യെസ്, അങ്ങനെ ജനാധിപത്യത്തിന് മുന്നിൽ ഏകാധിപത്യം തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും 35 ദിവസത്തെ നിർണായകമായിട്ടുള്ള സമരങ്ങൾക്കൊടുവിലാണ് ഇവിടെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് ഉച്ചയോടുകൂടി വരുന്നത്. CJP ഏറ്റവും ആദ്യം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച ഒരു ആവശ്യം കൂടിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. അത് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയായിരുന്നു. ഒരുപാട് തവണ ഇത്തരത്തിൽ കേന്ദ്ര പ്രതിനിധികളൊക്കെ തന്നെ ഈ വിദ്യാർത്ഥികളെ കാണുകയും പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാനും സമന്വയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് തന്നെ പോകേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി അടക്കം ഇത്രയും ഒരു മാസക്കാലം മിണ്ടാതെ ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തന്റെ ഫോണിലൂടെ വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശവും ഒക്കെയായി വന്നത്. കടുത്ത ശിക്ഷ നൽകും ഇത്തരത്തിൽ ക്രമക്കേട് നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ, ബിൽ അവതരിപ്പിക്കും പാർലമെന്റിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമന്വയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അതിലൊന്നും തന്നെ CJP പ്രവർത്തകർ വീണില്ല. വിദ്യാർത്ഥികൾ അതൊന്നും തന്നെ ചെവിക്കൊണ്ടില്ല. തങ്ങളുടെ ആവശ്യം നിറവേറട്ടെ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനു കൂടിയുള്ള ഒരു വിജയമായിരുന്നു ഇന്നിപ്പോൾ ഉണ്ടായത്. ഉച്ചയോടുകൂടിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെച്ചത്. രാജി പ്രധാനമന്ത്രി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാജിയിലെ ചില വാക്കുകൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം വിദ്യാർത്ഥികളെ നിയമ പോരാട്ടത്തിലേക്ക് വലിച്ചിഴക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരു ന്യായീകരണമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കത്തിൽ നമ്മൾ കണ്ടതിപ്പോൾ.